ശബരിമല നിലപാടറിയിക്കാൻ ഇനിയും സമയമുണ്ട്. പി രാജീവ്. വിശ്വാസികളുടെ വിശ്വാസം സംരക്ഷിക്കാൻ വേണ്ടി നിൽക്കുന്നവരാണ് സർക്കാരെന്ന് നിയമമന്ത്രി പി രാജീവ്. ഏത് വിശ്വാസമാണോ ആ വിശ്വാസത്തിനൊപ്പം സർക്കാർ നിൽക്കുമെന്നും പി രാജീവ് പറഞ്ഞു. സുപ്രീം കോടതിയിൽ നിലപാടറിയിക്കാൻ സർക്കാരിന് മുന്നിൽ സമയമുണ്ടെന്നും യെസ് ഓർ നോ പറയേണ്ട സാഹചര്യമല്ലെന്നും എല്ലാ വശങ്ങളും ആലോചിച്ച ശേഷം സർക്കാർ തീരുമാനമറിയിക്കുമെന്നും പി രാജീവ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സങ്കീർണമായ ഭരണഘടനാ പ്രശ്നങ്ങളാണെന്നും ഒരു മിനിറ്റ് കൊണ്ട് പരിഹരിക്കാൻ കഴിയുന്നതല്ലെന്നും അദ്ദേഹം പറഞ്ഞു. വിശ്വാസവും സാമൂഹിക പരിഷ്കരണവും ഒപ്പം പോകണം. ഇതേ നിലപാട് സർക്കാർ സുപ്രീം കോടതിയിൽ സമർപ്പിച്ച അന്നത്തെ സത്യവാങ്മൂലത്തിലുള്ളതെന്നും പി രാജീവ് പറഞ്ഞു. ഇതൊരു ആചാരവും ദീർഘകാലങ്ങളായി ഉള്ളതായ കാര്യവുമായതുകൊണ്ട് ഹിന്ദു പണ്ഡിതന്മാരും സാമൂഹിക പരിഷ്കർത്താക്കളും ചേരുന്ന ഒരു കമ്മീഷൻ നിയോഗിച്ച് ഇത്തരം കാര്യങ്ങളിൽ അവരുടെ അഭിപ്രായത്തിനാണ് പരിഗണന നൽകേണ്ടത്. എന്നാൽ സുപ്രീം കോടതി എടുത്ത നിലപാട് അതല്ല. അമിക്കസ് ക്യൂറിയെ നിയോഗിക്കുകയായിരുന്നു. അങ്ങനെ ഒരു വിധി ഉണ്ടായി. ആ വിധി പുനഃപരിശോധിക്കാൻ സുപ്രീം കോടതി തീരുമാനിക്കുകയും ചെയ്തു. സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിലാണ് സർക്കാർ അത്തരത്തിലൊരു തീരുമാനമെടുത്തത്. സർക്കാർ പിന്തുണച്ചതുകൊണ്ടാണോ സുപ്രീം കോടതി വിധി വന്നതെന്നും പി രാജീവ് ചോദിച്ചു. സുപ്രീം കോടതി റിവ്യൂ ചെയ്യാൻ തീരുമാനിച്ചാൽ അത് ശരിയാണോ തെറ്റാണോ എന്ന് പറയേണ്ടതുണ്ടോ? പുനഃപരിശോധനയ്ക്ക് മുമ്പ് 7 കാര്യങ്ങൾ കോടതിയിൽ അറിയിക്കണം. അതിന് സർക്കാരിന് മുന്നിൽ സമയമുണ്ടല്ലോ. നല്ല രീതിയിൽ കാര്യങ്ങൾ പരിശോധിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യും. വിശ്വാസ സമൂഹത്തിൻ്റെ താൽപ്പര്യങ്ങൾ, സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ താൽപ്പര്യങ്ങൾ തുടങ്ങിയവ കണക്കിലെടുക്കും. സുവർണ അവസരം കിട്ടുമെന്ന് കരുതി ആരും തിടുക്കപ്പെടേണ്ടതില്ലെന്നും പി രാജീവ് പറഞ്ഞു. പുനഃപരിശോധനാ ഹർജിയെ എതിർക്കുന്നവരുടെ വാദങ്ങൾ ഏപ്രിൽ 14 മുതൽ 16 വരെ കേൾക്കും. ഏപ്രിൽ 21 മറുപടി സത്യവാങ്മൂലങ്ങൾ സമർപ്പിക്കാം. ഏപ്രിൽ 22 വാദം അവസാനിപ്പിക്കാനാണ് സുപ്രീം കോടതിയുടെ തീരുമാനം. 9 അംഗ ബെഞ്ചിലെ അംഗങ്ങളെ ചീഫ് ജസ്റ്റിസ് പ്രത്യേക ഉത്തരവിലൂടെ വിവരങ്ങൾ അറിയിക്കും.